മിനിമം 3 രൂപയാക്കിയോ? അല്ല സാറി നാട്ടിലെങ്കിലും അല്ലേ? ഭയങ്കര സ്പീഡാണല്ലോ. സാറെന്തിനാ പേടിക്കുന്നത്? ഞാനല്ലേ ഓടിക്കുന്നത്. അതല്ല പറഞ്ഞത്, ഈ മീറ്ററിന്റെ സ്പീഡിന്റെ കാര്യമാണ്. ഞാൻ ഈ ടൗണിൽ ആദ്യമായിട്ട് വരുന്നതൊന്നും അല്ല കേട്ടോ. തെറ്റായ വഴിയിലൂടെ ഓടിച്ച് എന്റെ കയ്യിൽ നിന്ന് കാശ് കൂടുതൽ മേടിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഒന്ന് ചുമ്മാതിരി സാറേ. എനിക്ക് സാറിനെ വിട്ടിട്ട് 10 മണിക്ക് സ്കൂളിലെത്തേണ്ട പിള്ളേരെ എടുക്കാനുള്ളതാ. ഈയിടെ ഈ പെണ്ണുങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയെന്നൊക്കെ പത്രത്തിൽ വായിച്ചല്ലോ. എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങളെപ്പോലുള്ളവരെ പേടിച്ച് അവർ ആ പണി നിർത്തി സാറേ. തെരുവാണല്ലോ. വണ്ടി നിർത്ത് നിർത്ത്. നിനക്ക് ചാരായം കുടിക്കാൻ എന്റെ പൊന്നു സാറേ, സാറിനില്ല അമ്മയും പെങ്ങന്മാരി, എന്നെ ഒന്ന് രക്ഷിക്കും സാറേ. അയ്യോ, എവിടുന്ന വന്നൊരു അലവലാതി എന്റെ ഭർത്താവിനെ തല്ലി കൊല്ലുന്ന നാട്ടുകാരെ ഓടിവായോ. നോക്കിക്കാൻ അവനോട്ട് രണ്ട് കൊടുക്കും മനുഷ്യ. എനിക്ക് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. ഇപ്പൊ തന്നെ മണി 10 കഴിഞ്ഞ്. ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊക്കെ പെണ്ണുങ്ങൾ കാരണം ശരിയാണ്. ഒന്ന് മാറിക്കണേ. ഓടിക്കേറി എങ്ങോട്ടായി പോകുന്നത്? സെക്യൂരിറ്റിയുടെ പണി ചെയ്താൽ മതി. ഞാൻ ആ ജോലി തന്നെയാ ചെയ്യുന്നത്. ഇങ്ങോട്ട് മാറിക്കേ. ദുഃഖിക്കേണ്ടി വരും. ആ ഞാൻ എന്താ പ്രശ്നം? വെറുതെ കാലത്തെ വന്ന മനുഷ്യന് മേലെ മെക്കിട്ട് കയറിയാണ്. നമ്മൾ ആരാ? ഐ എം സുധീർ. മിസ്റ്റർ സുധീറിന് എന്ത് വേണം? എനിക്ക് MD ഒന്ന് കാണണം. MD കാണാമെന്ന സെക്യൂരിറ്റിയുടെ പിയൂന്റെ അടുത്ത് മെക്കിട്ട് കയറലാണോ? അല്ലല്ലേ. അവിടെ ചെല്ലൂ. അവിടെ മെക്കിട്ടല്ലേ? അവിടെ മെക്കിട്ട് കയറാനല്ല, അവിടെ തന്നെ എൻക്വയറി ചെയ്യൂ. ശരി, ഓക്കെ. അങ്ങോട്ട് ചെല്ലൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എനിക്ക് MD ഒന്ന് കാണണം. ഐ എം സുധീർ ഫ്രം പട്ടാമ്പി. മിസ്റ്റർ സുധീരൻ വന്നിട്ടുണ്ട്. അയ്യോ, സുധീരനല്ല, സുധീർ. സുധീരൻ എന്ന് പറയുമ്പോ MLA ആണോ മന്ത്രിയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. സർ, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. താങ്ക് യു മാഡം. ഈ വേറെ ഞാൻ ഒരിക്കലും മറക്കില്ല, സത്യമായിട്ട് മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ബൈ ദ ബൈ, യുവർ ഗുഡ് നെയിം പ്ലീസ്. പേര് നാളൊക്കെ എന്തിനാ അറിയുന്നേ? അല്ല, ഇവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന സ്ഥിതിക്ക് പേരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. വേണ്ട, പിന്നീട് പറയേണ്ടി വരും. ഓക്കെ. ഇവനൊരു മെക്കിട്ടുകാരന്റെ ആളാണെന്ന് തോന്നുന്നല്ലോ. ആയിക്കോട്ടെ, നമ്മൾ കസ്റ്റമേഴ്സിനോട് മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പമില്ല. അയ്യോ, എന്റെ ബാഗ് ഒന്ന് സൂക്ഷിച്ചോണേ. അത് ശരിയാ, ഇതുപോലെ മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പവും ഇല്ല. പപ്പേട്ട, അയാൾക്ക് ചെറുതായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാതെ തെണ്ടിത്തിരി നടക്കുമ്പോ ആർക്കാ വട്ടു പിടിക്കാത്ത? ഓ, ഇനി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ അയാളുടെ ലാത്തിയടി സഹിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ പേടിയാവുന്നു. അതിന് പേടിക്കണ്ട, അതിന് ഞാൻ വിടില്ലേ. ഗുഡ് മോർണിംഗ്. ഇന്നലെ എത്തിയതേ ഉള്ളൂ. അതെ, നാളെ ബോംബെക്ക് തിരിക്കും. നോ മോർ എക്സ്ക്യൂസസ്. 12ന് മുമ്പായി എനിക്ക് കിട്ടണം. അഡ്വാൻസ് DD 1 മാസം മുമ്പ് തന്നതല്ലേ? ഇത്തരത്തിലാണെങ്കിൽ ഫർദർ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടി വരും. വേണ്ട, ഇനി വിളിക്കണമെന്നില്ല. വിത്തിൻ 15 days we have to get the consignment. Okay? ഗുഡ് മോർണിംഗ് സർ. Yes, morning. ഐ എം സുധീർ. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. What's the time now? 11:30. 11:30. കറക്റ്റ്. നിങ്ങളെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ടൈം കീപ്പറായിട്ടാണ്. ടൈം കീപ്പറുടെ ജോലി എന്താണെന്ന് അറിയാമോ? ടൈം കീപ്പ് ചെയ്യുക. ഇത്രയും ഇറസ്പോൺസിബിളും അൺപഞ്ചലുമായ ഒരാളെ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാർ. കൃത്യം 10 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണമെന്ന് സാറ് പറഞ്ഞതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവനും ഉണ്ടായത്. ഓഹോ, അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണല്ലോ? അതെ സാർ. അല്ല സാർ, ഞാനൊരു സ്ത്രീ വിഷയത്തിൽ പെട്ടുപോയതാണ് സാർ. വാട്ട്?
ഒരു പാവപ്പെട്ട സ്ത്രീയെ സ്വന്തം ഭർത്താവിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അവർ കാലുമാറിയത് കാരണം സമയനഷ്ടവും മാനനഷ്ടവും സംഭവിച്ച എനിക്ക് ഒരു ജോലി നഷ്ടം കൂടി വരുത്തരുത് സാർ. എനിക്ക് തന്റെ വാചകമൊന്നും കേൾക്കണ്ട. ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ ഇതാണ് നിങ്ങൾ ആറ്റിറ്റ്യൂഡെങ്കിൽ നോ 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 നോ, നിങ്ങളെപ്പോലെ ഒരാളെ ഇവിടെ ആവശ്യമില്ല. യു ക്യാൻ ഗോ. സാർ പ്ലീസ്. പോണം മിസ്റ്റർ. സാർ പറഞ്ഞത് കേട്ടില്ലേ? മഹേന്ദ്രൻ കമ്പനിക്കുള്ള ഫാക്സ് മെസ്സേജ് അയച്ചോ? ഇന്നലെ തന്നെ അയച്ചു സാർ. എനിക്ക് നാളത്തേക്ക് ബോംബെക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ട് സാർ. സാറിന്റെ മനസ്സ് മാറിയോ സാർ? Get out, I say. എന്താണോ പോവാണോ? അല്ല, പേരൊന്നും അറിയണ്ടേ? പുതുതായി ജോയിൻ ചെയ്യാൻ വരുമ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ലല്ലോ. പാവം, കണ്ടാൽ നല്ല ഫിഗർ ഇല്ലേ? നടോ ഇതാ ബാഗ്. E55979. ഹംസയാണോ? അതെ, ഹംസയാണ്. ആരാ? ആ ഞാനടാ, സുധീർ. ആര്? സുദേവനോ? അല്ലടാ, സുധീർ. ആഹാ, സുഗ്രീവൻ. ഏത് സുഗ്രീവൻ? നിന്റെ എടാ, സുഗ്രീവനല്ല, സുധീർ. സുധീർ. ഏ, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ, നിന്റെ ചെവിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ? ഏയ്, ചെവിക്ക് ഒരു തകരാറുമില്ല. അല്ല, തകരാറ് പറ്റി. എനിക്കൊന്നും കേട്ടൂടാ. എടാ ഹംസേ. ഓ, ഹംസ ഇല്ല. ഞാനിന്ന് ലീവില്ല. നാളെ വിളിച്ചു നോക്ക്. ചിലപ്പം നാളെ ലീവിലായിരിക്കും. രക്ഷപ്പെട്ടു. ആരാ സാറേ ഫോണില്? CM. അതാരാ സാറേ? മന്ത്രി വല്ലതും ആണോ? അല്ല, ചീഫ് മിനിസ്റ്റർ. അതെയോ? സാർ അങ്ങേരുമായിട്ട് അത്ര അടുപ്പത്തിലാണോ? പിന്നെ ഞങ്ങൾ തമ്മിൽ. അങ്ങേര് കാല് ശരിയാകാൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ കെട്ടി നീന്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? നീന്തല് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കൂടെ നീന്താൻ ഒരാളെ വേണോന്ന്. എന്താ പോകുന്നു? എടോ, തന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാത്ത ഫോൺ കോളൊന്നും എനിക്ക് തരരുതെന്ന്. ആവശ്യമുള്ളതാണെന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാ സാർ എന്തിനാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ഇത്തിരി ചിക്കൻ കിട്ടുന്നേ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ. എടോ, വിളിച്ചതൊരു ക്രിമിനലാണ്. ഓ, കൊലപ്പുള്ളിയാണെന്ന്. ആ, ഈ ജയിലി ആരിയൊക്കെ വരുമ്പോഴുള്ള കാര്യം. എന്തോ തലമാറ്റ്. നീ വരുന്ന വഴിയാണോ? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് മനസമാധാനമായിട്ട് എങ്ങനെ കഴിയുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഞാനും അങ്ങനെയാടാ. അത് കാരണം ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. അതെ അതെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അതെയാ? എടാ, ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതാ. എന്നിട്ട് ജോലി കിട്ടി. ഓ ഇല്ല. അതൊരു പുതിയ സംഭവമല്ലല്ലോ. എടാ, നിന്നോടൊക്കെ എത്ര നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഇനി അടിക്കടി നിന്നെ വന്ന് ശല്യം ചെയ്യുന്നത് നിർത്താൻ പോവാ. ഓ, അത് നന്നായി. ജോലി കിട്ടിയിട്ട് ഞാൻ ഇനി നിന്റെ അടുത്ത് പോകുന്നുള്ളൂ. എടാ, നിന്റെ ഈ സ്വഭാവത്തിന് ഈ ജന്മത്തൊരു ജോലി കിട്ടുമെന്ന് നീ നോക്കണ്ട. നിന്റെ കരുനാക്കെടുത്തൊന്നും പറയാതെ. കരുനാക്ക് ഇല്ലാത്തോണ്ടല്ലേ പറയുന്നത്. എടാ, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് നിന്നിട്ടുണ്ട്. 8-ാം തീയതി 9 മണിക്ക് എല്ലാം പറഞ്ഞ 9-ാം തീയതി 8 മണിക്കല്ലോ. ഇത് നിന്റെ എത്രാമത്തെ ഇന്റർവ്യൂ? കഴിഞ്ഞത് 56. അപ്പൊ ഇത് 57 അല്ലേ? അതുവരെ എവിടെയില്ല. ഇല്ല, 57. ഓഹോ, ഗോൾഡൻ ജൂബിലിയും കഴിഞ്ഞു. പക്ഷേ 57 എന്നെ സെലക്ട് ചെയ്തല്ലോ. എന്നിട്ട് എവിടെ? എടാ, ഇനിയെങ്കിലും സമയത്തിന്റെ വിലയൊന്നും മനസ്സിലായി. നിർത്തടാ. ഞാൻ ജോലി കിട്ടാത്ത മനപ്രയാസത്തിലാ. നീയും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഞാൻ എന്റെ പാട്ടിന് പോകും. എടാ, നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയെങ്കിലും നിന്റെ ഈ ഉഴപ്പ് സ്വഭാവമൊക്കെ മാറ്റി സ്വല്പം കൂടെ സീരിയസ് ആകും. ജോലി കിട്ടാതെ ഞാനിനി നാട്ടിലേക്കില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടും ജോലി കിട്ടിയില്ല എന്ന് അച്ഛൻ അറിഞ്ഞാൽ നീ ഒന്ന് സമാധാനപ്പെട്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് ഉടനെ വേറൊരാളെ നിയമിക്കാൻ സാധ്യതയില്ല. ഏതായാലും നീ ആ വാതിൽ ഒന്നുകൂടി മുട്ടി നോക്കും. ചിലപ്പോ അയാളുടെ മനസ്സ് അലിഞ്ഞാലും. എന്റെ അമ്മോ. ആ, നല്ല പാർട്ടിയാ. ഇന്നലെ എവിടെ പോയതാ? ഞാനും അമ്മ സിനിമയ്ക്ക് പോയി. ഓ, എപ്പോ നോക്കിയാലും ഒരു സിനിമ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന്. അമ്മ വിളിച്ചോണ്ട് പോയതാ. അമ്മയോട് പോയി ചാകാൻ പറയും. എന്താടി ഇവിടെ വന്ന് നിക്കണേ? ചോദിച്ച കേട്ടില്ലേ? ആഹാ, ഇതാണോ കാര്യം? അതെങ്ങനെയാ? വേലയും പണിയില്ലാത്ത കുറെ അലവലാദികളുണ്ട് വായി നോക്കാൻ. ഇവനെയൊക്കെ പല്ലടിച്ചു കൊഴിക്കണം. വെറും വൈകിട്ട് പഞ്ചാര അടിക്കാൻ ഇറങ്ങിയാണ്. എന്താണ് മതലിന്റെ അടുത്ത് പരിങ്ങുന്നത്? ഞാനവന് പരിങ്ങുന്നൊന്നുമല്ല. പല്ല് തേക്കാൻ ഇത്തിരി ഉമിക്കരി ചോദിച്ചതാണ്. അതിന് ഇവിടെ പേസ്റ്റ് ഇരിപ്പില്ലേ?
പല്ല് വെളുക്കാൻ ഏറ്റവും നല്ലത് ഉമിക്കരിയാണ്. ആ. നീ ഇനി അധികകാലം തേച്ച് വെളുപ്പിക്കേണ്ടി വരൂല. അതിനു മുമ്പ് അവരെ അടിച്ചു കൊഴിക്കും. അതിന് അവൾക്ക് അച്ഛനും ആങ്ങളാരും ആരും ഇല്ലടാ. വേണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു അമ്മ പോരെ. ദേ, നീ ആള് മാറി എന്നെ തല്ലു വിളിക്കരുത്. ഞാൻ ശ്രമിക്കാം. അതോ ഒരു കാര്യം മറന്നു കിടക്കായിരുന്നു. എന്താണ് ഇവിടുന്ന് മോങ്ങുന്നേ? ഇന്നത്തെ കാലത്ത് ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ആർടി ഓഫീസിൽ അതിന്റെ പേരിലാണല്ലോ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോണത്. എന്നാലും നല്ല ഒന്നാന്തരം ജോലിയല്ലേ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അത്ര നല്ല ജോലിയൊന്നുമല്ല. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ അല്പം ശമ്പളം കൂടുതലാണെന്ന് മാത്രം. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം, പോയില്ലേ? അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ അയാൾ ഒന്നുകൂടെ പോയി കാണണം. എന്തിന്? ഈ ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോയില്ലെന്നും അയാളുടെ കാറിന് മുമ്പിൽ ചാടി ചാവുന്നൊക്കെ കൊണ്ട് പറയണം. നീട്ട് വന്ന വല്ലതും കഴിക്കാൻ വാ. ഇത് ഒന്നും വായിച്ച് തിന്നാൻ പറ്റണില്ലല്ലേ? ഈ ഏരിയയിൽ ഇത്രയും കടയുണ്ടായിട്ടും ഇവിടെ മാത്രം ഉണ്ട് ഇത്രയും തിരക്കാൻ തനിക്കറിയാമോ? വായിക്ക് രുചിയുള്ള ആഹാരം കൊടുക്കുന്ന ഒരു ഒറ്റ കട ഇത് മാത്രമേ ഉള്ളൂ. അല്ല സാറന്മാരോ, നമ്മുടെ പുട്ടുകടലെ വളരെ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. വന്നാട്ടെ, ഇരുന്നാട്ടെ, രണ്ടുപേരും ഇരുന്നാട്ടെ. നല്ല ചൂട് പുട്ടുകടല എടുക്കട്ടെ? വേണ്ട, കടലയും പുട്ടും മതി. എന്നാ കടലയും പുട്ടും എടുത്തോ. ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇവന്റെ അനിയന് ഓട്ടോറിക്ഷ ഓടിക്കാൻ ലൈസൻസ് എടുത്ത് കൊടുത്തത് ഞാനാണ്. അപ്പൊ ആ ഓട്ടോറിക്ഷയിലും കാണുമല്ലോ ഡിസ്കൗണ്ട്. ഇല്ല, അവൻ ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ച അന്ന് തന്നെ ലോറി അടിച്ച് മരിച്ചുപോയി. നല്ല കൈപ്പുണ്യം. കുട്ടപ്പാ, കുട്ടപ്പാ, ഇതോ എന്താ സാറേ? എന്റെ കൂടെ ഉള്ളത് ഒരു അടുത്ത സുഹൃത്താ. ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ഇന്നലെ ഇവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ. മോൻ കണ്ടപ്പോഴേ തോന്നി. നീ കാശൊന്നും വാങ്ങരുത്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ആഹാരം വേണ്ട, ഞാൻ അടുത്ത കടയിൽ പോയി തിന്നാൻ കൊള്ളാവുന്ന നല്ല എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. ഇവിടുത്തെ എന്ത് പറ്റിയടാ? സെക്കൻഡ് വീക്കാ. നല്ല വീക്ക് കിട്ടാഞ്ഞിട്ടാണ്. എല്ലാം നല്ല ചൂടായിട്ട് എടുക്കാൻ പറയായിരുന്നേ. നീ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ നാറ്റിക്കോ? ഏയ്, ഒരിക്കലും നീ നാറിയാലും ഞാൻ എന്നെ ആക്കിക്കൂല. ഞാനാണ് പറയുന്നത്, ചാടരുത് സുധീർ കുമാർ പട്ടാമ്പി, ചാടരുത്. ചാടും ഞാൻ ഇന്ന് സാറിന്റെ കാറിന് മുമ്പിൽ ചാടി ചാവും. അബദ്ധമൊന്നും കാണിക്കരുത്. ആ ഡ്രൈവർ വെച്ച് തലക്ക് വെളിവില്ലാത്തവനാ. ചാടിയ വണ്ടിയുടെ അടിയിൽ പോയത് തന്നെ. എന്നാലെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ. കത്തിട്ടോ? ആ, അതേ വണ്ടി വരും. പറയുന്നത് തോന്നി കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. എന്നെ മനസ്സിലായില്ലേ? ഐ എം സുധീർ. തൈങ്കിപ്രായ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് ലേറ്റ് ആയി പോയത് കാരണം. താനെന്തിനാ എന്റെ കാരണം ചാടുന്നത്? അല്ല, എന്നാലെങ്കിലും സാറിന്റെ കണ്ണും തുറക്കട്ടെ എന്ന് കയറിയാണ് സർ. തൈങ്കിപ്രായിട്ട് എന്നെ പറ്റില്ലെങ്കിൽ വേണ്ട ഒരു ക്ലർക്കായിട്ട് എനിക്ക്. പറയക്ക്. താങ്ക് യു സർ. ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലേറ്റ് ആവണോണ്ട് ഒരു കുഴപ്പമില്ല. ജോയിൻ ചെയ്തതിന് ശേഷമാണ് ലേറ്റ് ആവാൻ പാടില്ലാത്തത്. അതൊന്ന് പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. ഇയാളെന്താ നേരത്തെ കാണിച്ച ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് അല്ല, ബ്രേക്ക് ഇടാൻ ഡാൻസ്. അതെ, കാറിന് മുമ്പ് ചാടാൻ പോയതാ. എന്തിന്? ഒരു ജോലിക്ക്. മുമ്പിൽ ചാടിയ ജോലിയാവൂ? ജോലി കിട്ടും, ചാടിന് പിന്നെ ജോലിയാവും. സ്പെഷ്യൽ ബോണ്ട. വലിപ്പം പോരാ ചേട്ടാ. അത് അകത്തി ചെല്ലുമ്പോ വലുതായിക്കോളും. ചേട്ടാ കൂടെ എടുക്കട്ടെ. ആംസയിക്കോട്ട് വന്നോടാ. വന്നോന്ന്. സാറിനോട് ഞാൻ ഒരു കാര്യം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ചെയ്തു തന്നില്ല. വാസുവിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, അത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. ഓ, വണ്ടി കാണുക പോലും ചെയ്യാത്തവനൊക്കെ ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഫാമിലി എടുക്കാനാണല്ലേ? കൈക്കൂലി വേണോ? എത്ര വേണം പറയടാ. ശരിയാ, ഞാൻ കൈക്കൂലി വാങ്ങും. പക്ഷേ എവിടുന്നോ കച്ചോണ്ട് വന്ന വണ്ടി കാശ് ബുക്ക് ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് വയ്യ. എന്നെ കൊണ്ടാവൂന്ന് ഞാൻ നോക്കട്ടെ. അവനെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ശരിയാക്കി തരില്ല അല്ലേ? ഇതുപോലത്തെ കൈക്കൂലി ആദ്യമായിട്ടല്ലേ കിട്ടുന്നത്? തുറക്കമായോ? ഇവിടെ 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 ഇരിക്കുവാന്ന് ഞാൻ വിചാരിച്ച് പുറത്തിരിക്കുവാന്ന്. എന്റെ പൊന്ന് സാറേ, അടിമപ്പൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇന്നാണ് സാറേ കൺകുളിർക്ക ഒരു ഇടി കാണുന്നത്. ഞാൻ ധന്യനായി സാറേ, എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് മനസമാധാനമായിട്ട് അവിടെ കുത്തിയിരുന്ന് കച്ചവടം നടത്താം. ഒതുങ്ങിപ്പോയി സാറേ, ഒതുങ്ങിപ്പോയി. ഇന്നത്തോടെ വാസു ഒടുങ്ങി മടങ്ങി ചുളുങ്ങി മടങ്ങി ചളങ്ങിയിരിക്കുകയാണ് എന്റെ കൈ.
എന്താ എന്തൊരു വേദന എന്നാലേ ചൂടോടെ ഇത് ഓരോന്നോട്ട് പിടിപ്പിച്ച എല്ലാ വേദനയും പമ്പ നടക്കും. ഇത് വിസ്കി അല്ലേ? ഇതേ കിട്ടിയുള്ളൂ സാറേ. വേറെ വല്ലതുമാണെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. തന്നെ കട അടച്ചോ? ഇന്നു മുതൽ അതെന്റെ കടയല്ല. അന്ന് അത് വിറ്റ. അതിനു മുമ്പ് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നു. അതല്ല സാറേ, ഇന്നു മുതൽ അത് നിങ്ങളുടെ കൂടെ കടയാ. ആ, ഇത് ഏത് സമയത്തും എപ്പോഴും ധൈര്യമായിട്ട് കയറി വന്ന് വയറ് നിറയെ എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിച്ചോളണം. ഇന്നു മുതൽ നമുക്ക് ഇവിടുത്തെ കുക്കിംഗ് നിർത്താം. എടാ അതൊക്കെ കുട്ടപ്പൻ വെള്ളത്തിന്റെ പുറത്ത് പറയുന്നതാ. നീ അത് കേട്ട് അവിടെ ചെന്ന് ഓസിൽ ഞണ്ണാൻ നിൽക്കരുത്. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞു. അതുകൊണ്ടാ പറയുന്നത്. അത് ശരി, ടൂറ് ക്യാൻസൽ ചെയ്തത് ഇതിനായിരുന്നോ? സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാലെങ്കിലും കഴിക്കാതിരുന്നൂടെ? പനിയൊന്നുമില്ല. തലവേദനയുണ്ടോ? ഇല്ല. ഇന്നിത് മതി, വരൂ. രാവിലെ നീ എവിടെ പോയിരുന്നതാ? ഞാൻ വിളിച്ചിരുന്നല്ലോ. ആ, ഞാൻ സുമയെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ വരെ പോയി. സുമ നാട്ടിൽ പോയി വന്നപ്പോ വല്യമ്മാവിന് സുഖമില്ലെന്ന് പറയുന്ന കേട്ടു. വിശേഷമൊക്കെ അറിയാവല്ലോ എന്ന് കരുതി പോയതാ. ആ, മുഖത്ത് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഓടി നടന്നിട്ടാ. നീ വാ, നമുക്കൊല്ലം കഴിക്കാം. ഓ, നല്ല എരു. ഇത്തിരി പുട്ടുകൂടാ. സാറേ, സ്വന്തം വയറ്റിനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഇത്ര ആക്രാന്തത്തോടെ വെട്ടി വിഴുങ്ങുന്നു. 2 ചായ കൂടി. എന്തിനാ സാറേ കയ്യിലെ കാശും കൊടുത്തിട്ട് വെറുതെ വയറ്റിന് ദേനക്കേട് ഉണ്ടാക്കി വെക്കുന്നേ? കയ്യിലെ കാശോ? താനല്ലേ ഇന്നലെ പറഞ്ഞു സ്വന്തം കട പോലെ കരുതിക്കൊള്ളണമെന്ന്? കരുതാനല്ലേ പറഞ്ഞുള്ളൂ, സ്വന്തം ആക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഫ്രീ ആയിട്ട് തിന്നോളാൻ പറഞ്ഞതോ? ഞാനങ്ങനെ വെള്ളത്തിൽ വെറുതെ പലതും പറയും. അത് കേട്ട് ആയുഷ്കാലം വരെ ഓസിന് ഞണ്ണാമെന്ന് കരുതിയോ? കാശെടുക്ക് സാറേ. നീ നിന്നാ ഞാൻ നിൽക്കാം. പക്ഷേ നീ നിന്നാലും ഞാൻ നിൽക്കൂല. നിന്നോട് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. എടാ, അവിടെ നിൽക്കടാ, അവിടെ നിൽക്കും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പേരും പറഞ്ഞ് അവിടെ പോയി വെട്ടി വിഴുങ്ങരുന്ന്. ഇപ്പൊ എന്തായി? നാറിയില്ലേ? കൊണ്ടു കൊടുക്കടാ പൈസ. കാശ് കൊടുക്കണ്ട ഓർത്തല്ലേ ഞാൻ വാരി വലിച്ചു തിന്നത്. ഛേ, നാണക്കേടായി പോയി. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ റൗഡി വാസുവിനെ കടയിൽ കയറ്റി ഒന്നും കൂടെ തല്ലിയാലോ? അതെ, നമ്മൾ ചെല്ലുമ്പോ അവൻ നിന്ന് തരാൻ പോവല്ലേ തല്ലാൻ. അവൻ റൗഡിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എനിക്ക് പോലും തല്ലാനുള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. എങ്ങനെയെങ്കിലും നാളെ രാവിലെ പൈസ കൊണ്ടേ കൊടുത്തേക്കണം. ഇനി എന്തിനാ പൈസ കൊണ്ടേ കൊടുക്കണത്? പിന്നെ ആ വഴി പോകാതിരുന്നാ പോരെ? പോരുന്ന പോരെ? മതിയാ? മതിയടാ, മതിയായി. മതിയടാ, മതിയല്ലേ? സാറേ, എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല, പ്രശ്നം നീ തന്നെ. വണ്ടിയുടെ ലൈസൻസ് ശരിയാക്കി തന്നിട്ട് പൈസ ഇവിടെ. സാറേ, ഒന്നും പറയണ്ട. ഇതുപോലെ പൈസ തരാനുള്ള ഒരുവനെ ഞാൻ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൈസ എടുക്ക്. സാറേ, ആ, എടുക്കാൻ. വേറെ ആവശ്യത്തിലുള്ള കാശ് സാറേ. എടുക്കോ, എടുക്കാൻ. പോയിക്കോ, ലൈസൻസ് കട്ട് ചെയ്യുന്നതിന് പോയിക്കോ. 2-3 ദിവസം കൂടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകും. അതോ നീ പോലെ നീ പോയാൽ ഞാനും ഒറ്റക്കാവൂലേ? നീ ആ കമ്പനി മുതലാളിയുടെ അടുത്ത് തന്നെ അല്ലേ? അയാളുടെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കണം. കാല് പിടിക്കാനോ? കണ്ടവന്റെ കാല് പിടിച്ചിട്ടുള്ള ജോലിയൊന്നും എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, അയാളുടെ താടിക്ക് പിടിച്ചിട്ട് ഒരു ജോലി തരാൻ പറ. എടാ, കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ദിവസേന എന്ന് അയാളെ ശല്യപ്പെടുത്തിയ ഈ മാരണം ഒഴിയട്ടെ എന്നെങ്കിലും കരുതി അയാൾ നിനക്കൊരു ജോലി തരാതിരിക്കില്ല. ഏയ്, അയാളൊരു പ്രത്യേക ടൈപ്പാ. എനിക്കങ്ങ് തോന്നുന്നില്ല അയാൾ ജോലി തരുന്നു. അച്ഛൻ അറിയണ്ട. എനിക്കും അതാ പേടി. അച്ഛൻ അറിഞ്ഞ ആകെ കുഴപ്പമാവും. ശ്രമിച്ചാൽ നടക്കും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ജോലി തരില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞില്ലേ? നാളെ ആയാലോ? ആ, നാളെ ഒന്നുകൂടെ അയാളെ പോയി കാണാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്തിന്? ആരില്ല. ഓല്ലേ? ആ, ഇവിടെ ഞാൻ അടിമോളും തൊടാൻ നിൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ അടി കൊള്ളാതെ മോളെ തൊടാൻ പറ്റുമോ നോക്കണം. നീ ഈ പ്രദേശത്തുള്ള എല്ലാത്തിനും വളച്ചിട്ടിരിക്കുകയാണല്ലേ? എടാ, ഞാൻ എന്ത് ചെയ്യാനാടാ? എല്ലാവർക്കും എന്നെ തന്നെ പ്രേമിക്കണം. ഇതാണ് ഗ്ലാമർ കൂടിയുള്ള ഏറ്റവും വലിയ കുഴപ്പം. ഈ ഗ്ലാമർ കുറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ഗ്ലാമർ കുറയ്ക്കാനും ബുദ്ധി കൂട്ടാനും ഒരു മാർഗവും ഇല്ല.